ചാപ്റ്റർ 7 സമ്പദ് ശാസ്ത്ര ചിന്തകൾ ഇക്കോണമിക് തോട്ട്. ഹാവ് യു എവർ നോട്ടീസ്ഡ് ദ നേച്ചർ ഓഫ് ഹ്യൂമൻ വാണ്ട്സ്? ആസ് സൂൺ ആസ് വൺ ഗെറ്റ്സ് സാറ്റിസ്ഫൈഡ് അനദർ ക്രോപ്സ് അപ്പ്. We have seen in the earlier classes that production is a process of creating goods and services for satisfying these wants. നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആവശ്യങ്ങൾ ഓരോന്നും പൂർത്തീകരിക്കുമ്പോഴും അടുത്ത ആവശ്യം കടന്നുവരും. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനമെന്ന് മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. Agriculture and factory work come under production of goods, whereas the traffic police and the doctor provide services. We have discussed the factors of production like land, labor, capital, and entrepreneurship and their rewards in the lower classes. The reward for the factors of production are distributed according to their respective share. Thus, distribution is significant in an economy. Fair distribution speeds up economic development. ഇവിടെ കൃഷി, ഫാക്ടറി, തൊഴിൽ എന്നിവ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും ട്രാഫിക് പോലീസ്, ഡോക്ടർ എന്നിവരുടേത് സേവനങ്ങളുമാണ്. ഇവയെല്ലാം ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായി കണക്കാക്കുന്നു. ഉൽപ്പാദന പ്രക്രിയയ്ക്ക് ആവശ്യമായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നീ ഘടകങ്ങളെപ്പറ്റിയും അവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെപ്പറ്റിയും നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചത് ഓർക്കുമല്ലോ. ഉൽപ്പാദന ഘടകങ്ങൾക്ക് അവയുടെ പങ്കിന് അനുസരിച്ചാണ് പ്രതിഫലം വിതരണം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് വിതരണം സമ്പദ് വ്യവസ്ഥയിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. നീതിപൂർവമായ വിതരണം സാമ്പത്തിക വികസനത്തെ ത്വരിതപ്പെടുത്തും. Man satisfies his wants through the consumption of goods and services. The reward received by participating in the production process is spent on consumption. Therefore, there is a correlation between production, distribution, and consumption of goods and services. Economics is the branch of science that studies economic activities relating to production, distribution, and consumption. Economic decisions are taken by analyzing the basic problems in an economy. Let us see what these problems are. മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിലൂടെയാണ്. ഉൽപ്പാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് മൂലം ലഭിക്കുന്ന പ്രതിഫലമാണ് ഉപഭോഗത്തിനു വേണ്ടി ചിലവഴിക്കുന്നത്. അതിനാൽ ഉൽപ്പാദനം, വിതരണം, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗം എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയും പഠന വിധേയമാക്കുന്ന ശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം. രാജ്യത്തെ സാമ്പത്തിക തീരുമാനങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്നത് സഹായകരമാണ്. ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ ഏതെല്ലാമാണെന്ന് പരിശോധിക്കാം. The fundamental problems faced by an economy. A meeting was held in Varun's school to decide how to utilize the 1-acre land available in the campus. Many suggestions emerged, but the idea of utilizing the land for farming received the maximum support, though rice and plantain cultivation were discussed. Finally, it was decided to grow vegetables. Varun and his friends were overjoyed by the idea of growing vegetables, as it gave them an opportunity to give pesticide-free and cheap vegetables to the villagers. സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ. വരുണിൻ്റെ സ്കൂൾ വളപ്പിലെ ഒരേക്കർ ഭൂമിയിൽ എന്ത് ചെയ്യണം എന്നുള്ള ചർച്ചയായിരുന്നു സ്കൂളിൽ. വിവിധ ആവശ്യങ്ങൾ ഉയർന്നു വന്നെങ്കിലും ആ സ്ഥലത്ത് കൃഷി ചെയ്യുക എന്ന ആശയത്തിനാണ് കൂടുതൽ സ്വീകാര്യത ലഭിച്ചത്. വാഴക്കൃഷി, നെൽകൃഷി എന്നീ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും പച്ചക്കറി കൃഷി നടത്താനാണ് അവസാനം തീരുമാനിച്ചത്. പച്ചക്കറിയുടെ വർദ്ധിച്ചു വരുന്ന വിലയെയും മറ്റിടങ്ങളിൽ നിന്നു വരുന്ന വിഷമയമായ പച്ചക്കറിയെയും കുറിച്ച് ആലോചിച്ചപ്പോൾ
ആ ഗ്രാമത്തിനാവശ്യമായ പച്ചക്കറിയുടെ ചെറിയ ഒരു ഭാഗമെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ അവസരം ലഭിച്ച സന്തോഷത്തിലായിരുന്നു വരുണും കൂട്ടുകാരും. Varun was entrusted with the responsibility of making a detailed plan about the area of land that should be brought under cultivation, the types of vegetables to be cultivated, the method of cultivation and care to be given, the beneficiaries, etc. എത്ര സ്ഥലത്ത് പച്ചക്കറി കൃഷി നടത്തണം, ഏതെല്ലാം പച്ചക്കറികൾ കൃഷി ചെയ്യാം, ഏത് രീതിയിലുള്ള കൃഷിയാണ് നടത്തേണ്ടത്, എങ്ങനെയാണ് അവ പരിപാലിക്കേണ്ടത്, ആർക്കെല്ലാം പ്രയോജനപ്പെടും എന്നിവയുൾപ്പെടുത്തിയുള്ള വിശദമായ പദ്ധതി തയ്യാറാക്കാനുള്ള ചുമതല വരുൺ ഏറ്റെടുത്തു. What to produce and how much to produce. Since resources are limited, it is very important to use the available ones and to decide what to produce for the welfare of the society. Though various suggestions came up during the above discussion, everyone was convinced that growing vegetables must be given top priority. The identification of the crop for cultivation and expected quantity of output is equally significant. Similarly, when we have to decide about industrial products, the type of industry, the number of units required, etc. need consideration while planning. എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എത്ര അളവിൽ? വിഭവങ്ങൾ പരിമിതമായതിനാൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നത് ഏറ്റവും ആവശ്യമാണ്. മുകളിൽ സൂചിപ്പിച്ച ചർച്ചയിൽ ഒട്ടേറെ ആവശ്യങ്ങൾ ഉയർന്നു വന്നെങ്കിലും മുൻഗണനാടിസ്ഥാനത്തിൽ ഏറ്റവും ആവശ്യമായി തോന്നിയത് പച്ചക്കറി കൃഷി ആയതുകൊണ്ടാണ് അവർ അത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയത്. എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ അതെത്രമാത്രം അളവിൽ വേണം എന്നതും പ്രസക്തമാണ്. ഇതുപോലെ പുതിയ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ ഏതെല്ലാം വ്യവസായങ്ങളാണ് തുടങ്ങേണ്ടത്, എത്ര യൂണിറ്റുകൾ ആരംഭിക്കണം എന്നതും ആസൂത്രണം ചെയ്യേണ്ടതാണല്ലോ. ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, etc. should be made available according to the wants of the society. These should exist of balance between the wants of the society and the quantity of a product. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ആശുപത്രികൾ, സ്കൂളുകൾ എന്നിവ ഉണ്ടാകേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യത്തിന് അനുസരിച്ചാണ്. സമൂഹത്തിൻ്റെ ആവശ്യവും ഉൽപ്പന്നത്തിൻ്റെ അളവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ പാലിക്കേണ്ടതാണ്. How to produce. Following the decision regarding what to produce and how much to produce, the question of how to produce arises. This denotes the method of production. How to produce is decided on the basis of the availability of resources and technology. എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അതെത്രമാത്രം എന്നത് തീരുമാനിക്കപ്പെട്ടാൽ അതെങ്ങനെ എന്ന രണ്ടാമത്തെ പ്രസക്തമായ ചോദ്യം ഉയർന്നു വരും. ഇത് ഉൽപ്പാദന രീതിയെ സൂചിപ്പിക്കുന്നു. For example, the services of laborers or machines can be utilized for agricultural activities like preparing land for cultivation, sowing, weeding, manuring, harvesting and threshing. The selection of particular method is decided on the basis of available resources in an area. The method of production varies with the availability of resources. സമൂഹത്തിൽ ലഭ്യമായ വിഭവങ്ങളെയും സാങ്കേതിക വിദ്യയെയും അടിസ്ഥാനപ്പെടുത്തിയാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്ന് തീരുമാനിക്കേണ്ടത്. ഉദാഹരണത്തിന് നിലമൊരുക്കൽ, വിത്ത് വിതയ്ക്കൽ, കളപറിക്കൽ, വളമിടൽ, കൊയ്ത്ത്, മെതിക്കൽ തുടങ്ങിയ കാർഷിക പ്രവർത്തനങ്ങൾ തൊഴിലാളികളെ ഉപയോഗിച്ചോ ആധുനിക കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിച്ചോ നടത്താവുന്നതാണ്. ഇതിൽ ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ആ പ്രദേശത്തിലെ ലഭ്യമായ വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് തീരുമാനിക്കുന്നത്. വിഭവങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഉൽപ്പാദനത്തിൻ്റെ രീതിയിൽ വ്യത്യസ്തത ഉണ്ടാകാറുണ്ട്. For whom to produce. Production is undertaken to satisfy the wants of the society. Human wants are unlimited. As soon as one gets satisfied, another crops up. However, we may not have the necessary resource to satisfy all our wants.
Therefore, it is important to prioritize our wants. We must plan production activities in such a way that it benefits the maximum number of individuals in the society. It is also important how the income generated is distributed. The total income generated is distributed as interest on capital, profit of the entrepreneur, wages of the labor, and rent of the land. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കാം? സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാകണം ഉൽപ്പാദനം നടത്തേണ്ടത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിമിതമല്ല. ഓരോ ആവശ്യവും നിറവേറുമ്പോഴേക്കും പുതിയ ആവശ്യങ്ങൾ കടന്നുവരും. എന്നാൽ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കാനുള്ള വിഭവങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനാൽ ഈ ആവശ്യങ്ങളുടെ മുൻഗണന നിശ്ചയിക്കേണ്ടത് അനിവാര്യമാണ്. സമൂഹത്തിൽ പരമാവധി പേർക്ക് ഗുണം ലഭിക്കുന്ന തരത്തിലാവണം ഉൽപ്പാദന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത്. ഉൽപ്പാദനത്തിൽ നിന്നുള്ള വരുമാനം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നതും പ്രധാനമാണ്. മുതൽ മുടക്കിൻ്റെ പലിശ, സംഘാടകൻ്റെ ലാഭം, തൊഴിലാളിയുടെ വേതന, ഭൂമിയുടെ വാടക അഥവാ പാട്ടം എന്നിവയ്ക്കായി വരുമാനം വിതരണം ചെയ്യപ്പെടുന്നു. ഇക്കോണമിക്സ് ഈസ് നോട്ട് മിയർലി എ സ്റ്റഡി ഓഫ് വെൽത്ത്. It is also a study of man and society. The contributions of economic thinkers belonging to different periods have benefited the growth of economics. The ideas propounded by prominent Western thinkers like Adam Smith, 1723 to 1790, the father of economics, have contributed to the growth of the subject. Let us see the ideas of a few. സാമ്പത്തിക ശാസ്ത്ര പഠനം കേവലം സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം മാത്രമല്ല, മനുഷ്യനെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമുള്ള പഠനം കൂടിയാണ്. വിവിധ കാലഘട്ടങ്ങളിൽ സാമ്പത്തിക ചിന്തകന്മാരുടെ സംഭാവനകൾ ഈ ശാസ്ത്രശാഖയുടെ വളർച്ചയ്ക്ക് സഹായകരമായിട്ടുണ്ട്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആഡം സ്മിത്ത് ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രമുഖ പാശ്ചാത്യ സാമ്പത്തിക ചിന്തകന്മാർ സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യത്യസ്ത ആശയങ്ങൾ സംഭാവന നൽകിയിട്ടുണ്ട്. ഇവരിൽ പ്രമുഖരുടെ ആശയങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇക്കോണമിക് തിങ്കിങ്. ആഡം സ്മിത്ത് ഇൻ ഹിസ് ആൻ എൻക്വയറി into the nature and causes of the wealth of nations has laid a strong foundation for economics. He described economics as the study of wealth. He wanted limited government intervention in the economic activities and argued for more freedom to individuals. This is known as the theory of laissez-faire. സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ. സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആഡം സ്മിത്ത്. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പ്രശസ്ത ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം തൻ്റെ സാമ്പത്തികാശയങ്ങൾ പങ്കുവച്ചത്. സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആശയമാണ് ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ചത്. ഇത് ലൈസെ ഫെയർ സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. The Industrial Revolution led to the establishment of new industries and labor union. There occurred marked changes in technology and production process. The ideas put forward by Karl Marx are rooted in these changes. Marx gave importance to the role of laborers in the production process. He maintained that the basis of production is the manpower of laborers and that the price of a product is the reward for it. However, the laborers get only a portion while the lion's share goes to the capitalist as profit. Marx calls this surplus value. He dreamed about a society where there is no difference between the haves and the have-nots. The ideas of Marx are contained in the magnum opus Das Kapital.
വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായി പുതിയ വ്യവസായശാലകളും തൊഴിലാളികളുടെ കൂട്ടായ്മകളും ഉണ്ടായി. സാങ്കേതിക വിദ്യയിലും ഉൽപാദന പ്രക്രിയയിലും മാറ്റമുണ്ടായി. ഇതാണ് കാൾ മാർക്സ് തൻ്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ ആശയങ്ങൾ രൂപപ്പെടുവാനുണ്ടായ സാഹചര്യം. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് മാർക്സ് പ്രാധാന്യം നൽകിയത്. ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ് ഉൽപ്പന്നങ്ങളുടെ വില. എന്നാൽ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ തൊഴിലാളിക്ക് പ്രതിഫലമായി നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതിനെ മിച്ചമൂല്യം എന്ന് കാൾ മാർക്സ് വിശേഷിപ്പിച്ചു. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. മൂലധനം എന്ന കൃതിയിലൂടെയാണ് മാർക്സ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. Alfred Marshall presented several new principles in the field of economics. He believed that wealth should ultimately result in the welfare of the society. Economic activities must be welfare-oriented. These principles are contained in his work Principles of Economics. കാൾ മാർക്സിനെ തുടർന്ന് സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ നൂതനമായ നിരവധി സിദ്ധാന്തങ്ങൾ ആൽഫ്രഡ് മാർഷൽ അവതരിപ്പിച്ചു. സമ്പത്ത് ആത്യന്തികമായി മനുഷ്യൻ്റെ ക്ഷേമത്തിനു വേണ്ടിയായിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിനു പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചു. The world population reached 160 crore at the beginning of the 20th century and kept increasing. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലോക ജനസംഖ്യ 160 കോടിയായിരുന്നു. ജനസംഖ്യ അനുദിനം വർദ്ധിച്ചു വന്നു. Are we able to produce resources for such a multitude of population? How can we judiciously utilize the limited resources? These questions prompted the British economist Lionel Robbins to concentrate on the ever-increasing wants and limited resources. He suggested that we should prioritize our wants for the judicious utilization of limited resources. Paul A. Samuelson, the American economist, presented his ideas in the beginning of the 20th century. He maintained that a nation's financial stability depends on efficient economic planning and proper utilization of resources. ഇത്രയും ജനങ്ങൾക്കാവശ്യമായ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പരിമിതമായ വിഭവങ്ങൾ എങ്ങനെയാണ് ഫലപ്രദമായി ഉപയോഗിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങളാണ് ലയണൽ റോബിൻസ് എന്ന ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനെ വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തിലേക്ക് നയിച്ചത്. പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടതാണെന്ന് ലയണൽ റോബിൻസ് വ്യക്തമാക്കി. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പോൾ എ സാമുവൽസൺ സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ചത്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തികാസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണെന്ന് സാമുവൽസൺ പറഞ്ഞു. Indian thinkers have also contributed much to economics. India's economic thoughts date back to the Maurya dynasty. Chanakya, the chief advisor of Chandragupta Maurya, wrote the famous Arthashastra. It is a major work of the Indian economic thoughts. Lack of effective economic activities can bring a nation to ruin. He emphasized the importance of following the right policies for a nation's progress. This would help the nation to prevent loss of revenue. Chanakya played a key role in making Magadha a powerful nation.
ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾക്ക് മൗര്യ സാമ്രാജ്യത്തോളം പഴക്കമുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനമാണ്. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഒരു രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ശരിയായ നയങ്ങളുടെ പ്രാധാന്യം ചാണക്യൻ എടുത്തു പറഞ്ഞു. ഇത്തരം നയങ്ങളിലൂടെ സർക്കാരിന് വരുമാന നഷ്ടം തടയാൻ കഴിയുന്നതാണ്. മഗധ എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയതിൽ ചാണക്യൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു. ദാദാഭായ് നവറോജി. ആസ് എ വെൽ-known economist in British India, he pointed out that the Britishers were draining our resources and that this led to economic crisis and poverty. This is known as the drain theory. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായിരുന്നു ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. The main reasons for the drain of resources were the following. The British officers in India were paid high salaries. Goods made from Indian raw materials and resources bought at extremely low price were sold at a high price in the Indian market. Indian wealth was robbed for expanding the British Empire. Indian laborers were treated as slaves and farm and industrial products were exported to England. സമ്പത്തിൻ്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ ഇവയായിരുന്നു. ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകൽ, ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കൽ, ബ്രിട്ടൻ്റെ സാമ്രാജ്യത്വ വികസനത്തിനു വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കൽ, ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെപ്പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യൽ. The studies of Ramesh Chandra Dutt on British exploitation of India and also strengthened the Indian economic thought. His studies revealed how the Western civilization and British exploitation ruined India. ബ്രിട്ടീഷ് ചൂഷണത്തെ സംബന്ധിച്ച് രമേശ് ചന്ദ്രദത്ത് എന്ന സാമ്പത്തിക ശാസ്ത്രകാരൻ്റെ പഠനവും സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് കരുത്തേകി. ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തുവെന്ന് സാമ്പത്തിക ശാസ്ത്ര പഠനങ്ങളിലൂടെ ദത്ത് വ്യക്തമാക്കുന്നു. ഗാന്ധിയൻ എക്കണോമിക്സ്. Our objective is to distribute capital among the 7.5 lakh villages in our continent, which is 1900 mile long and 1500 mile broad, and not to concentrate it among a few individuals. മഹാത്മാ ഗാന്ധി. ഗാന്ധിജിയും സാമ്പത്തിക ശാസ്ത്രവും. ഇന്ത്യക്കാവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല. 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ്. മഹാത്മാ ഗാന്ധി. Have you noted Gandhiji's words? What is your response to this? You may record it in your notebook. It was Mahatma Gandhi, the father of our nation, who contributed original ideas in economics since Dadabhai Navroji. His ideas can be found in his first book, Hind Swaraj, published in 1909. Gandhiji's ideas gave importance to moral values and rural economy. His idea of trusteeship led to fresh thoughts in the area.
Though trusteeship, Gandhiji aimed at an economy which is founded on truth and non-violence. ഗാന്ധിജിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചല്ലോ. ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തൂ. ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവനകൾ നൽകിയത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ആയിരുന്നു. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമായ ഹിന്ദ് സ്വരാജിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളുടെ തുടക്കവും. ഗാന്ധിജിയുടെ ആശയങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവയായിരുന്നു. മഹാത്മാഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന മഹത്തായ ആശയം സമ്പദ്ശാസ്ത്ര രംഗത്ത് പുതിയ ചിന്തകൾക്ക് വഴിതെളിച്ചു. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. We can compile his main ideas as follows: priority to rural agricultural system, emphasis on small and cottage industries, formation of an economy built on equality, a self-sufficient and self-reliant local economy. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളെ ഇങ്ങനെ ക്രോഡീകരിക്കാം. കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. Many Indian economists were impressed by the economic ideas of Gandhiji. Economists like J.C. Kumarappa, Sriman Narayan and Dharampal wanted independent India's development to give priority to agriculture and small scale industry. ഗാന്ധിജിയുടെ സാമ്പത്തികാശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് J.C. കുമാരപ്പ, ശ്രീമാൻ നാരായൺ, ധരംപാൽ തുടങ്ങിയവർ. കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടതെന്ന ആശയമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. അമർത്യ സെൻ ഈസ് ആൻ Indian economist who received the Nobel Prize for Economics in 1998. His major works covered vast areas like welfare economics, economic inequality and development. 1998 നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം എന്നീ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങൾ ലോക സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് മുതൽക്കൂട്ടായി. He pointed out the flaws in determining the poverty line and concentrated his studies on poverty, inequality and famine. We have discussed the contributions made by some leading Indian economists during the various stages of development of economics. Such thoughts influence the economic policy formulation of the country. ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത അമർത്യ സെൻ ചൂണ്ടിക്കാട്ടി. ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം തുടങ്ങിയവയ്ക്കാണ് തൻ്റെ പഠനങ്ങളിൽ അദ്ദേഹം പ്രാധാന്യം നൽകിയത്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയിലെ വിവിധ ഘട്ടങ്ങളിൽ പ്രധാന സംഭാവനകൾ നൽകിയ പ്രമുഖ ഇന്ത്യൻ സാമ്പത്തിക ചിന്തകരെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇത്തരം സാമൂഹ്യ ചിന്തകൾ രാജ്യത്തെ സാമ്പത്തിക നയരൂപീകരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. Economics is a constantly growing area of study. Its study enables us to find solutions to socio-economic problems and to understand the emerging world of economic conditions. സാമ്പത്തിക ശാസ്ത്രം നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പഠന മേഖലയാണ്. ലോക സാമ്പത്തിക സാഹചര്യങ്ങളെ പഠന വിധേയമാക്കാനും സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും സാമ്പത്തിക ശാസ്ത്ര പഠനം ഉപയോഗപ്രദമാണ്. Summary: The basic economic problems are what, how and for whom to produce. The study of economics is very significant as it studies not only the production, distribution and consumption of wealth but also the human resources. സംഗ്രഹം: സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങളാണ്
എന്ത് എങ്ങനെ ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നത്. സാമ്പത്തിക ശാസ്ത്രം സമ്പത്തിൻ്റെ ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയെക്കുറിച്ചുള്ള പഠനം മാത്രമല്ല, അത് മനുഷ്യ വിഭവശേഷിയെക്കുറിച്ചുള്ള പഠനം കൂടിയാണ്. അതുകൊണ്ടുതന്നെ ഇതിൻ്റെ പഠനം വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു. ഇക്കോണമിക്സ് ഈസ് ഡിഫൈൻഡ് ഡിഫറൻ്റ്ലി ഡ്യൂറിങ് ഡിഫറൻറ്റ് പീരിയഡ്സ്. ഇന്ത്യാസ് കോൺട്രിബ്യൂഷൻ ടു ഇക്കോണമിക്സ് ഈസ് സിഗ്നിഫിക്കൻ്റ്. വിവിധ കാലങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് സാമ്പത്തിക ശാസ്ത്രത്തെ നിർവചിച്ചിരിക്കുന്നത്. ഇന്ത്യയും സാമ്പത്തിക ശാസ്ത്രരംഗത്ത് ഒട്ടേറെ സംഭാവനകൾ നൽകുകയുണ്ടായി.